അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 74 സങ്കീർത്തനം 15 വാക്യം നമുക്ക് വായിക്കാം. നീ ഉറവും ഒഴുക്കും തുറന്നുവിട്ടു, മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവയായ ദൈവത്തിൻ്റെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഗ്രഹിക്കണമെങ്കിൽ സമുദ്രത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയാകും. ഓക്സിജൻ കത്തുപിടിക്കുന്ന വാതകമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ അതുപോലെ തന്നെ പോപ്പ് എന്ന ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും കത്തുകയും ചെയ്യുന്ന വാതകമാണെന്ന് ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കൂടെ ഒരു ഓക്സിജൻ ആറ്റം ചേർന്നാൽ ജലമാകുമെന്ന് സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതീവ സ്ഫോടനശേഷിയുള്ള 2 വാതകങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സ്ഫോടനത്തെ ശമിപ്പിക്കുന്ന, തീ കെടുത്തുന്ന ജലമാക്കി തീർത്ത സമുദ്രമുണ്ടാക്കിയവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഏറ്റവും സ്ഫോടനാത്മക സ്വഭാവമുള്ള ഒരു സഹോദരിയെയും ഒരു സഹോദരനെയും ചേർത്ത് ഒരു കൊച്ചു ഭവനം പണിയുവാൻ ദൈവത്തിന് എത്ര അധികം കഴിയുമെന്ന് നാം ഓർക്കണം. വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിലും പരസ്പരം കരുണ കാണിച്ച് യേശുവിന് കുടുംബത്തിൻ്റെ നാഥനായി പ്രവർത്തിക്കുവാൻ അവസരം കൊടുത്താൽ, ഏത് തീരുമാനം ആരെടുത്താലും യേശു അംഗീകരിക്കുന്ന തീരുമാനം മാത്രമേ എടുക്കൂ എന്ന് തീരുമാനിച്ചാൽ കുടുംബം ആനന്ദകരവും ആശ്വാസകരവും പൊട്ടിത്തെറികളില്ലാത്തതും ശാന്തവും മാതൃകയുള്ളതുമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. റാഹേലും ലേയയും അവർ ഇരുവരുമല്ലോ ഇസ്രയേലിൻ്റെ ഭവനം പണിതതെന്ന് രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്കതിന് കഴിഞ്ഞത് അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായിരുന്നവൻ അവരുടെ ഭർത്താവായ യാക്കോബിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നല്ല ഒരു വീട് പണിയുവാൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്താലും സാധിക്കും. എന്നാൽ സമാധാനവും ദൈവിക സന്തോഷവുമുള്ള ഒരു ഭവനം പണിയുവാൻ സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവും ഒഴുക്കും നമ്മുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും തുറന്നു വിടുവാൻ യേശുവിന് കഴിയും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശുവിൻ്റെ പാപം ഉള്ള വ്യക്തിയായി നമുക്ക് തീരാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ മാർഗം വിജയത്തിൻ്റെ മാർഗമാണ്. അതെ, അതുമാത്രമാണ് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വിജയിക്കുവാനുള്ള ഏക മാർഗം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമപ്പണി എടുക്കുകയാണ്. അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടണം. നാളുകൾ അവർ പ്രാർത്ഥിച്ചു. ഒടുവിലിത മോശയിൽ കൂടി ജനം കേട്ടു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന ദൈവശബ്ദം. ഒരു വ്യക്തിയുടെ നിലവിളി ശബ്ദം കേൾക്കുമ്പോൾ ചെവി പൊത്തിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ദൈവദോഷിയായ ഇസ്രയേൽ രാജാവായ ആഹാബുമായി സംബന്ധം കൂടുകയും ആഹാബിനാൽ വഞ്ചിക്കപ്പെട്ട് രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയും രാജവസ്ത്രം ധരിച്ച് ഇസ്രയേൽ രാജാവ് താനാണെന്ന് തോന്നുമാറ് രഥത്തിൽ ഇരിക്കുകയും ചെയ്ത യഹൂദ രാജാവായ യഹോശാഫാത്ത് തൻ്റെ മരുമകനും യഹോശാഫാത്തിൻ്റെ മകനുമായ വ്യക്തിയെ യഹോശാഫാത്തിൻ്റെ മരണശേഷം യഹൂദ രാജാവാക്കണമെന്ന ലക്ഷ്യത്തോടെ താൽക്കാലികമായി അരാം സൈന്യത്തിൻ്റെ മുമ്പിലേക്ക് ഇസ്രയേൽ രാജാവാക്കി വേഷം കെട്ടിച്ച് ആഹാബ് യഹോശാഫാത്തിനെ വിട്ടിരിക്കുകയാണ്. ഒരു ദൈവമകനായിരുന്ന യഹോശാഫാത്തിന് ആഹാബിൻ്റെ വഞ്ചന മനസ്സിലായില്ല. അരാം രാജാവ് സൈനിക മേധാവികൾക്ക് കൽപ്പന കൊടുത്തിരുന്നത്, നിങ്ങൾ മറ്റാരോട് യുദ്ധം ചെയ്യാതെ ഇസ്രയേൽ രാജാവിനോട് മാത്രം പടയേൽക്കണം, അവനെ കൊല്ലണമെന്നായിരുന്നു. ആകയാൽ ഒരേ സമയം അനേക രഥനായകന്മാർ യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവാണെന്ന് ഉള്ള ചിന്തയാൽ അവനെ കൊല്ലുവാൻ അടുത്തു. എന്നാൽ യഹോവയിൽ മാത്രം ആശ്രയം വെച്ച് യഹോവയെ സകലത്തിലും അനുസരിക്കുന്ന യഹോശാഫാത്ത് തൻ്റെ രഥത്തിൽ ഇസ്രയേൽ രാജാവായ ആഹാബിൻ്റെ രാജവസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ തന്നെ യഹോവയോട് നിലവിളിച്ചു. ഉടനെ രഥനായകന്മാർക്ക് മനസ്സിലായി ഇവൻ ഇസ്രയേൽ രാജാവല്ല എന്ന്. അപ്പോൾ തന്നെ രഥനായകന്മാർ യഹോശാഫാത്തിനെ വിട്ടുപോയി. 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. പാപം ചെയ്യാതെ നമ്മുടെ നാവിനെയും വ്യാജം പറയാതെ നമ്മുടെ അതിർത്തിയെയും നാം സൂക്ഷിക്കണം എന്ന് മാത്രം. ഇവിടെ നാം കണ്ടത് നിലവിളിക്കുന്ന തൻ്റെ മകനായ യഹോശാഫാത്തിനു വേണ്ടി കരുണയുടെയും കൃപയുടെയും ഉറവും ഒഴുക്കും തുറന്നുവിട്ട് യഹോശാഫാത്തിനോട് രഥനായകന്മാർക്ക് കരുണ തോന്നുമാറാക്കിയവനായ കർത്താവിനെയാണ്. ഇസ്രയേൽ ജനത്തിൻ്റെ നിലവിളി കേൾക്കുകയും അവരുടെ കഷ്ടത കാണുകയും ചെയ്ത കർത്താവ് മോശയെ അയച്ച് 10 ബാധം ഇസ്രയേലിൽ വരുത്തുകയും ജനത്തെ രക്ഷിച്ച് ചെങ്കടൽ കടത്തുകയും ചെയ്തു. ജനം പ്രതീക്ഷിക്കാത്ത പല പ്രതികൂലങ്ങളും മരുഭൂമി യാത്രയിൽ അവർ നേരിട്ടു. അവരുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ കഴിയുമെന്ന് ജനത്തെ പഠിപ്പിക്കുവാനുള്ള മുഖാന്തരമായി ദൈവം ജനത്തിൻ്റെ പ്രതിസന്ധികൾ ഉപയോഗിച്ചു. അവരുടെ പ്രതിസന്ധികൾ ഒന്നും ദൈവം അവർക്ക് വരുത്തിയതല്ല. അവർ കടന്നുപോകുന്ന മരുഭൂമിയുടെ സ്വഭാവം അവർ അനുഭവിക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. വെള്ളമില്ലാതെ ജനം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടു. വെള്ളമില്ലാത്ത അവസ്ഥയിൽ അവർ ചില മണിക്കൂറുകൾ പ്രയാസപ്പെട്ടു. വെള്ളം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ മോശയോട് വഴക്കുണ്ടാക്കി. മോശയോട് വഴക്കുണ്ടാക്കുവാൻ നിൽക്കാതെ മോശയുടെ ദൈവത്തോട് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് പറയാമായിരുന്നു. അവർ അത് ചെയ്തില്ല. മോശയോടും ദൈവത്തോടും വഴക്കുണ്ടാക്കി. മോശയോട് ജനം വഴക്കുണ്ടാക്കിയപ്പോൾ മോശ ദൈവത്തോട് പിണങ്ങി. എല്ലാവരുടെയും പിണക്കത്തിൻ്റെ കാരണം അവരുടെ ദാഹമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോക. ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്നും പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം എന്ന് മത്സരികളായ ഇസ്രായേൽ ജനം പറഞ്ഞത് 78-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിലും. അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു, അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി എന്ന് 105-ാം സങ്കീർത്തനം 41-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ദൈവം മണ്ണിനടിയിലെ ഉറവും ഒഴുക്കും മാത്രമല്ല, മണ്ണിന് മുകളിലുള്ള ജലം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുമില്ലാത്ത ചുട്ടുപൊള്ളുന്ന പാറയിൽ നിന്ന് പോലും ഉറവും ഒഴുക്കും തുറക്കുവാൻ കഴിവുള്ളവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവം വെള്ളത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും കൃപയുടെയും കരുണയുടെയും നല്ല ഭാവിയുടെയും ഉറവും ഒഴുക്കും തുറന്നു വിടുന്നവനാണ്. അവൻ ഒരു ഉറവ തുറന്നാൽ, ഒഴുക്ക് തുറന്നാൽ, ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ പ്രാപ്തനായവൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ധൈര്യത്തോടെ അതുകൊണ്ട് വിശ്വസിക്കാം. എന്നാൽ ഏത് ഒഴുക്കാണെങ്കിലും ഉറവയാണെങ്കിലും അത് നമ്മുടെ ഒരു ചെറിയ പാപത്തിന് പോലും അടയ്ക്കുവാൻ കഴിയും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. പാപം ചെയ്ത് ഏതെങ്കിലും അനുഗ്രഹത്തിൻ്റെ നീരുറവയുടെ ഒഴുക്കും ഉറവും നാം അടച്ചിട്ടുണ്ടോ? ആ കല്ല് നാം തന്നെ എടുത്തു മാറ്റണം. എങ്ങനെയാണ് ആ കല്ലെടുത്തു മാറ്റേണ്ടത്? ആരോടാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കണം. അതിനുശേഷം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് മാപ്പ് ചോദിക്കണം. എന്നാൽ നിശ്ചയമായും നമ്മുടെ ഒരു ഉറവയും ഒഴുക്കും തടഞ്ഞു വയ്ക്കുവാൻ കർത്താവ് ആരെയും സമ്മതിക്കുകയില്ല. ആ ശ്വാസം കൊണ്ട് നമ്മെ കർത്താവായ യേശു ക്രിസ്തു നിറയ്ക്കുക തന്നെ ചെയ്യും. ആകയാൽ നമുക്ക് യേശുവിനെ അനുസരിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹത്തിൻ്റെ ഉറവ് നിന്നുപോയെങ്കിൽ അത് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങേ തിരിച്ചറിയുവാൻ തക്ക ഹൃദയദൃഷ്ടി അങ്ങ് അവർക്ക് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.